നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാട്ടോ. സമയം രാവിലെ 6 മണിയായിട്ടുള്ളൂ. ഇന്ന് നമ്മൾ പോകുന്നത് തിരുനെൽവേലിയിൽ നിന്ന് കോവിൽപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ. അവിടുന്ന് ഒരു 50 കിലോമീറ്റർ മാറിയിട്ട് കലുങ്കുമറ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു കോവിലുണ്ട്, വേട്ടുവൻ കോവിൽ. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്നും രാവിലെ 6:30 ഈ കോവിൽപ്പെട്ടിയിലോട്ടൊരു വണ്ടിയുണ്ട്. ആ വണ്ടിക്ക് പോകാൻ കേട്ടോ നമ്മുടെ പ്ലാൻ. ഇപ്പോൾ സമയം 6 മണി ആയി വരുന്നുള്ളൂ. നേരം കണ്ടില്ല, വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. നമ്മുടെ വണ്ടി വരുന്നത് 3ാമത്തെ പ്ലാറ്റ്ഫോമിലാട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണം. അതിന് മുമ്പ് നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. നമ്മൾ രാവിലെ 4:10 പാലരുവി എക്സ്പ്രസ്സിൽ വന്ന് ഇവിടെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് പോയി ടിക്കറ്റ് എടുക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഈ തിരുനെൽവേലിയിൽ നിന്ന് ഈ കോവിൽപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള കാഴ്ചയും അതുപോലെ അവിടുന്ന് വേട്ടുവൻ കോവിലേക്കുള്ള കാഴ്ചയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടി കാണാം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തിട്ട് ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം പോയി ടിക്കറ്റ് എടുക്കണം. സമയം ഏകദേശം 6 മണി കഴിഞ്ഞിട്ടോ. നമ്മുടെ വണ്ടി 6:25 ഇവിടെ എത്തും. അതിന് നമുക്ക് കയറി പോകണം കേട്ടോ. എന്തായാലും നമുക്ക് ആദ്യം പോയി ടിക്കറ്റ് എടുക്കാം. നല്ല ഇരുട്ടാട്ടോ, നേരം വെളുത്ത് വരുന്നുള്ളൂ. അവിടെ കയറി വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. സമയം ഇപ്പം 6:15 ആയിട്ടോ. നമ്മുടെ വണ്ടി കറക്റ്റ് 6:20 ആകുമ്പോഴേക്കും ഇവിടെ എത്തും. 3ാമത്തെ പ്ലാറ്റ്ഫോമിലെത്തും. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര വരുന്നുണ്ട്. ഒരു 7:30 7:45 ആകുമ്പോഴേക്കും നമ്മൾ കോവിൽപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. നമ്മൾ ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ 3ാമത്തെ പ്ലാറ്റ്ഫോം. നല്ലതായിട്ട് വേറൊരു കോച്ചൊക്കെ കിടക്കുന്ന കാണാം കേട്ടോ. നമുക്ക് ചില വേറൊരു ലോക്കോ കിടക്കുന്ന കാണാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടുന്ന് കോവിൽപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 40 രൂപ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. സമയം കറക്റ്റ് 6:25 ആയിട്ടോ. നമ്മുടെ വണ്ടി ഇതാ 3ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 5 മിനിറ്റ് ടൈം ഉണ്ട് കേട്ടോ. നമുക്ക് കറക്റ്റ് 6:30 ആകുമ്പോൾ വണ്ടി ഇവിടെ നിന്ന് എടുക്കും. തിരക്കുണ്ട് കേട്ടോ. നമ്മൾ ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്ക് എന്തായാലും കുഴപ്പമില്ല, എവിടെയെങ്കിലും നിന്ന് പോയാൽ മതി. എന്തായാലും നമുക്ക് അകത്തേക്ക് കയറട്ടെ. ഇനി ഇവിടെ കറക്റ്റ് 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ ടൈം. പെട്ടെന്ന് തന്നെ വണ്ടി ഇവിടെ നിന്ന് എടുക്കും. ഈ കാണുന്നതാണ് നമ്മുടെ തിരുനെൽവേലി സ്റ്റേഷൻ്റെ 3ാമത്തെ പ്ലാറ്റ്ഫോം വരുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. കറക്റ്റ് 6:30 ആയപ്പോഴേക്കും നമ്മുടെ വണ്ടി തിരുനെൽവേലിയിൽ നിന്ന് എടുത്തു കേട്ടോ. ആ വണ്ടി മൂവായി. ആ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണാം കേട്ടോ. സൂര്യപ്രകാശം ഇങ്ങനെ അടിച്ചു വരുന്നത് കാണാം ആ ബിൽഡിങ്ങിൻ്റെ മറവിലായിട്ട്. അവിടെ കാണാട്ടോ, നമുക്ക് അടിപൊളിയാണ് കാണാൻ. ഈ കിടക്കുന്നത് നമ്മൾ പാലക്കാട് നിന്ന് തിരുനെൽവേലിയിലേക്ക് വന്ന പാലരുവി എക്സ്പ്രസ് ആട്ടോ. ഇവിടെ ഹാർട്ടാക്കിയിരിക്കുന്നതാണ്. ഇത് ഇവിടുന്ന് രാത്രി 11 മണിക്ക് തിരിച്ചു പോകും. എന്നിട്ട് നാളെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും പാലക്കാട് എത്തും കേട്ടോ. ആ വണ്ടിയാണ് ഈ കിടക്കുന്നത്, പാലരുവി എക്സ്പ്രസ്. നമ്മളങ്ങനെ തിരുനെൽവേലി കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേഷൻ എത്താറായിട്ടു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഞാൻ കാണിച്ചുതരാം. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് വിൻഡ് മെഷീൻസും അതുപോലെ ഒഴിഞ്ഞ പറമ്പുകളും. ഈ തമിഴ്നാട്ടിൽ എവിടെ യാത്ര ചെയ്താലും
ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് ഏരിയ കാണാൻ പറ്റും നമുക്ക്. അടിപൊളിയാണ്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച ഉണ്ടല്ലേ, സൂര്യൻ ഉദിച്ച് വരുന്ന കാഴ്ച ആ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഈ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിട്ടോ, വാഞ്ചിമണിയാഞ്ചി എന്നായിരുന്നു സ്റ്റേഷൻ്റെ പേര്. ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് 7:10 കടമ്പൂരാട്ടോ. നമുക്ക് ഈ വണ്ടിക്ക് അധികം സ്റ്റേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. കടമ്പൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോവിൽപ്പെട്ടി ആട്ടോ. അപ്പോൾ 7:23 കറക്റ്റ് ആകുമ്പോഴേക്കും നമ്മൾ കോവിൽപ്പെട്ടി എത്തും. എന്തായാലും നമുക്ക് പോകട്ടോ. അതാ വണ്ടി ഇവിടെ നിന്ന് എടുത്തു. നല്ല സ്പീഡിലാട്ടോ വണ്ടി പോകുന്നത്, അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. അതുപോലെ ഈ ഒരു സ്റ്റേഷന് നല്ല നീളമുണ്ട് കേട്ടോ, വലിയ സ്റ്റേഷനാട്ടത്. ഒരുപാട് ഏരിയ കാണാം അങ്ങോട്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തോട്ടും കാണാം കേട്ടോ, അത്യാവശ്യം നല്ല നീളമുണ്ട്. അങ്ങനെ നമ്മൾ കോയിൽപ്പെട്ടി റെയിൽവേ സ്റ്റേഷനിലെത്തിയല്ലോ. കാണുന്നതാണ് കോയിൽപ്പെട്ടി റെയിൽവേ സ്റ്റേഷൻ. സമയം ഇപ്പോൾ കറക്റ്റ് 7:25 ഏകദേശം 1 മണിക്കൂറിനടുത്ത് യാത്ര എടുത്ത് നമ്മൾ ഈ കോവിൽപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ ഇവിടെ ആയിട്ട് കാണാട്ടോ. നമുക്ക് കോവിൽപ്പെട്ടിയുടെ മെയിൻ ബോർഡൊക്കെ കാണാൻ പറ്റും. നമ്മളങ്ങനെ കോവിൽപ്പെട്ടിയിൽ ട്രെയിൻ ഇറങ്ങിയിട്ടോ. നമ്മൾ വന്ന വണ്ടി ഇതാ കറക്റ്റ് 7:30 ആയപ്പോഴേക്കും ഇവിടുന്ന് എടുത്തു. ഇവിടെ ഒരു 3 മിനിറ്റ് ടൈമുള്ളൂ കേട്ടോ. നമ്മൾ 7:27 ആയപ്പോഴായിരുന്നു ഇവിടെ എത്തിയത്. കറക്റ്റ് 30 ആയപ്പോഴേക്കും ഇവിടുന്ന് പോയിട്ടോ. ഇത് നമുക്ക് ഇവിടുന്ന് നേരെ പുറത്തിറങ്ങണം. എന്നിട്ട് നമുക്ക് കലുങ്കുമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ പോകേണ്ടത്. മുട്ടിയൊക്കെ ആ കലമ്പായി കാറ്റിന് പാറിയിട്ട് കേട്ടോ. എന്നാലും നമുക്ക് ആദ്യം ഇവിടുന്ന് പുറത്തിറങ്ങാം. എക്സിറ്റൊക്കെ ആ ഒരു ഭാഗത്താണെന്ന് തോന്നുന്നു കേട്ടോ, ആ ഒരു വഴിയാണെന്ന് തോന്നുന്നു എക്സിറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. അത്യാവശ്യം ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ, പറ്റ ചെറുതല്ല എന്നാലും കുഴപ്പമില്ല. നമ്മുടെ വണ്ടി വന്നത് 2ാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു കേട്ടോ. മൊത്തം 4 പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഉള്ളത്. ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന ഭാഗമൊക്കെ അടിപൊളിയാണ്. മൊത്തം കൃഷി ഈ ഒരു ഭാഗത്തും കാണാം. അതുപോലെ ഇതിന് പുറകിലേക്ക് കാണാം കേട്ടോ. ആ ഒരു ഭാഗത്തൊക്കെയാണ് ടൗൺ വരുന്നത്. എന്തായാലും നമുക്ക് ആദ്യം പുറത്തേക്ക് ഇറങ്ങാം. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷന് വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറം ഭാഗം. ഇവിടെ കുറച്ച് ഓട്ടോകളൊക്കെ കാണാം കേട്ടോ. ബസ്സൊക്കെ ആ ഒരു സൈഡിലാണെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം മെയിൻ റോഡിലേക്ക് ഒന്ന് പോയി വെക്കാം. എന്നിട്ട് ഈ കലുങ്കുമല ഭാഗത്തോട്ടുള്ള ബസ്സിൻ്റെ കാര്യം അന്വേഷിക്കാം കേട്ടോ. ബസ്സൊക്കെ പോകുന്നത് കാണാം നമുക്കിതിൽ. അപ്പോൾ ഇവിടുന്ന് ഈ കലുങ്കുമല ഭാഗത്തോട്ട് പോകാൻ നമുക്ക് ബസ് കിട്ടും കേട്ടോ. അതായത് ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. ഇവിടുന്ന് മിനി ബസ് കയറിയിട്ട് ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. ഇവിടുന്ന് 5 രൂപ പോയിൻ്റ് കേട്ടോ ഈ ബസ് സ്റ്റാൻഡിലോട്ട്. നമുക്ക് ഈ ഒരു സൈഡിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തോട്ട് പോകാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു കലുങ്കുമല ഭാഗത്തോട്ടുള്ള ബസ് കയറാം. ഈ ഒരു രാവിലെ 7:30-8 മണി സമയമായതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് കേട്ടോ. വെയിലിന് വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല. നമ്മളങ്ങനെ കലുങ്കുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് ഇറങ്ങി കേട്ടോ. അതായത് കോയിൽപ്പെട്ടിയിൽ നിന്ന് ബസ് കയറിയിട്ട് കലുങ്കുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് ഇറങ്ങി. നമുക്കിതാ ഇവിടെ ആയിട്ട് കാണാം കേട്ടോ. കലുങ്കുമല എന്ന് പറഞ്ഞിട്ട് സൈൻ ബോർഡൊക്കെ കാണാം. നമുക്ക് ഈ വഴി പോയിട്ട് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു വേട്ടുവൻ കോവിലിൻ്റെ ഭാഗത്തോട്ട് പോകേണ്ടത്. നമ്മൾ ബസ് ഇറങ്ങിയതൊക്കെ ആ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഉള്ളൊരു കാഴ്ച ഉണ്ടല്ലോ, മൊത്തം പാറയായിട്ട്. അതുപോലെ നമ്മുടെ വേട്ടുവൻ കോവിലൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്താന്ന് തോന്നുന്നു കേട്ടോ. അവിടെ കാണാം നമുക്കൊരു പാറയൊക്കെ. നമ്മൾ ഈ വഴി കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറി കേട്ടോ. മൊത്തം വീടുകളാണ്, കുഞ്ഞു വഴി കേട്ടോ. അതുപോലെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര കമ്പനി കേട്ടോ. നമുക്ക് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു, നമുക്ക് കയറി പോകേണ്ട വഴിയൊക്കെ പറഞ്ഞു കേട്ടോ. എളുപ്പം കയറി പോകാനുള്ളത് ഈ വഴിയാണ്. നമ്മളിപ്പോൾ അങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ വെട്ടുവൻകോവിലിൻ്റെ ഫ്രണ്ടിലെത്തിട്ടോ. അതായത് കയറുന്ന വഴിയിൽ ഈ വഴിയാണ് നമുക്ക് മുകളിലേക്ക് കയറേണ്ടത്. നമുക്ക് കയറാനുള്ള വഴിയൊക്കെ, അതായത് സ്റ്റെപ്പ് അവിടെ അങ്ങനെ കൊടുത്തേക്കുന്നതാണ്. ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഇവിടെ എഴുതി ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ കയറി പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട്.
പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. അതിനു വേണ്ടി അങ്ങോട്ടൊക്കെ നല്ല ചൂടാട്ടോ, നല്ല വെയിലാണ്. സമയം ഇപ്പം 10 മണിയൊക്കെ ആവുന്നുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് മേളിലേക്ക് കയറി നോക്കാം. അധികം സമയം കളയണ്ട കേട്ടോ, നമുക്ക് വെയിലിൻ്റെ ശക്തി കൂടുള്ളൂ. ഈ ഒരു വഴിയാട്ടോ നമുക്ക് മേളിലോട്ട് കയറേണ്ടത്. അതുപോലെ കയറി പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു തടാകം പോലത്തെ ഒരു സംഭവമൊക്കെ കാണാം. അവിടെ കുറച്ച് പേര് കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാറ തുരന്നിട്ട്, അതായത് ഭൂമിക്ക് അടിയിലായിട്ട് ഉണ്ടാക്കിയൊരു ഗുഹാക്ഷേത്രമാട്ടത്. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമുക്ക് കയറി പോകേണ്ട വഴിയാട്ടത്. ഈ ഒരു വഴിയാണ് നമുക്ക് മേളിലേക്ക് പോകേണ്ടത്. അതുപോലെ പോകുന്ന വഴിക്ക് കണ്ടില്ലേ, പാറ വന്നിങ്ങനെ തടഞ്ഞു നിൽക്കുന്നത് പോലെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല വലിയൊരു പാറയും കാണാം കേട്ടോ. മൊത്തം പാറയാൽ ചുറ്റപ്പെട്ടൊരു പ്രദേശം തന്നെയാണിതും. നമുക്ക് കയറാനുള്ള ഭാഗത്ത് ഇങ്ങനെ സ്റ്റെപ്പ് പോലെ പണിതേക്കുന്നത് കാണാം. കുറച്ച് വഴി ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നമുക്ക് ഇവിടെ എത്തിയപ്പോൾ ഒരു ഡൈവേർഷൻ കാണാം കേട്ടോ. ഇങ്ങോട്ടൊരു വഴിയാണ്, അതുപോലെ മുകളിലേക്കൊരു വഴിയാണ്. മുകളിലേക്ക് ദർശനോ ജൈൻ ദർശൻ എഴുതി ചെയ്യുന്നതാണ് കേട്ടോ. അവിടെ മുകളിലേക്കാണ് കയറേണ്ടത്. നമുക്ക് കയറി പോകേണ്ടതൊക്കെ ഈ ഒരു വഴിയാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു വഴി കയറി നോക്കാം. എന്നിട്ട് തിരിച്ചിറങ്ങുന്ന വഴിക്ക് ഇങ്ങോട്ട് കയറാം കേട്ടോ. രണ്ടും അത്യാവശ്യം നല്ല കയറ്റമുണ്ട് കാണാം കേട്ടോ. അത്യാവശ്യം കുത്തനുള്ള കയറ്റമാണ്. അതുപോലെ ഈ ഭാഗത്തേക്കും കാണാം കേട്ടോ. നമുക്ക് മൊത്തം പാറയാണ്. ഈ ഒരു സൈഡിൽ മാത്രമേ മരങ്ങളൊക്കെ കാണുന്നുള്ളൂ കേട്ടോ. വെള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ മരങ്ങളൊന്നും കാണില്ല, നല്ല വെയിലായിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് കയറി നോക്കാം. നമ്മൾ പകുതി വഴി ഇങ്ങോട്ട് കയറി കേട്ടോ. നമുക്ക് ഈ ഒരു ടെമ്പിളിൻ്റെ ഭാഗമൊക്കെ അവിടെ കാണാം. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു വഴി അതിലേക്ക് കയറിപ്പോയിട്ട് ആ ഭാഗത്തൊരു ടെമ്പിൾ കാണാം കേട്ടോ. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അതിൻ്റെ മേളിലോട്ടും കാണാം കേട്ടോ വഴി. അവിടെ ചെന്നിട്ട് അങ്ങോട്ടൊരു ഡൈവേർഷൻ പോകുന്നുണ്ട്. നമുക്കതിലൊരു വഴി കാണാം കേട്ടോ മേളിലോട്ട്. അതിൽ നമുക്ക് കയറി പോകാൻ പറ്റും തോന്നുന്നു, എന്താണെന്നറിയില്ല. ചോദിച്ചിട്ട് അനുവാദം ഉണ്ടെങ്കിൽ നമുക്ക് കയറാം കേട്ടോ. നമുക്കിതാ ഇപ്പോൾ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയായിട്ട് കാണാം കേട്ടോ. നമുക്കിവിടെ ഇങ്ങനെ വെയിലൊക്കെ കെട്ടി ബ്ലോക്ക് ചെയ്തേക്കുന്നത് കാണാം. ഇതിലിങ്ങനെ വഴി കാണാം കേട്ടോ. ഈ വഴി നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റുമായിരിക്കും, നോക്കാം. അതുപോലെ ഇവിടുന്ന് താഴത്തോട്ടുള്ളൊരു കാഴ്ച നോക്കി, ആ ഒരു ഭാഗം മൊത്തം കൃഷിയും, അതുപോലെ നമ്മൾ കയറി വന്നപ്പോൾ കണ്ട ആ ഒരു തടാകം പോലത്തെ സ്ഥലമൊക്കെ അവിടെ കാണാം കേട്ടോ. നമ്മൾ കയറി വന്ന വഴി അയലായിരുന്നു, ആ ഒരു വഴിയായിരുന്നു നമ്മളിങ്ങനെ കയറി ഇതിലെങ്ങനെ വന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് തടാകം കാണാം. അതുപോലെ അവിടെ നിന്ന് കാണാൻ ചെറിയൊരു ഗോപുരം പോലെ കേട്ടോ. അങ്ങോട്ടൊക്കെ കൃഷിയാണ്, ആ ഒരു ഭാഗമൊക്കെ മൊത്തം കൃഷി, തെങ്ങൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ കുറേ ദൂരമായിട്ടും ഒരു പാറയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക്. നമ്മളങ്ങനെ ഇതിൻ്റെ ടോപ്പിലെത്തിട്ടോ. ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച ഉണ്ടല്ലേ, ഈ ഒരു ഭാഗം മൊത്തം വീടുകളാട്ടോ. അവിടെ മൊത്തം വീടുകൾ കാണാം. അതുപോലെ ആ ഒരു ഭാഗത്തും പാറ കാണാം കേട്ടോ. നമ്മൾ ബസ് ഇറങ്ങിയതൊക്കെ ആ ഒരു സൈഡിലായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട പാറയായിരുന്നു കേട്ടോ. അത് നമ്മൾ കറങ്ങി ഈ ഒരു വഴിയാണ് ഇങ്ങനെ വന്നത്. അതുപോലെ ഇതിനകത്തേക്ക് കയറാനായിട്ട് ഇവിടെ ഒരു കുഞ്ഞു ഗേറ്റ് കാണാം കേട്ടോ. നമുക്ക് ഈ ഒരു വഴിയാണ് നമുക്ക് ഉള്ളിലോട്ട് കയറേണ്ടത്. നല്ല വെയിലാട്ടോ, നല്ല വെയിലും ചൂടുകൊണ്ട്. ഇതിലെങ്ങനെ താഴത്തോട്ടൊരു വഴിയാണ് കേട്ടോ. ഇതിലേ നമുക്ക് ഇറങ്ങാൻ പറ്റും. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടൊന്ന് നോക്കാം കേട്ടോ. ഇവിടെ എന്തോ ഒരു ബോർഡർ പോലെ ഇങ്ങനെ കെട്ടിയേക്കുന്നത് കാണാം. നമുക്ക് ഇവിടുന്ന് കേട്ടോ കുറച്ചുകൂടെ ഇതിൻ്റെ ഭംഗി കാണാൻ പറ്റുന്നത്. നമുക്ക് ആ ഒരു വഴി താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും നടന്ന് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് പാറ തുരന്ന് ഉണ്ടാക്കിയ പഴയ കാലത്തെ ടെമ്പിളിൻ്റെ ഭാഗം കേട്ടോ. ഇത് കണ്ടല്ലേ എൻ്റെ മോനെ, അടിപൊളി. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഒരു കാഴ്ച നോക്കി. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2 ബോർഡൊക്കെ കാണാം കേട്ടോ. ഒന്ന് തമിഴിലും ഒന്ന് ഇംഗ്ലീഷിലും. അതിൽ ഈ വില്ലേജിൻ്റെ പേരും അതുപോലെ ഈ ഒരു മലയുടെ പേരൊക്കെ ഇവിടെ എഴുതി ചെയ്യുന്നത് കാണാം. അതുപോലെ പണ്ട് ഇവിടെ ഭരിച്ചിരുന്ന രാജാവിൻ്റെ പേര്. ഭയങ്കര ഹിസ്റ്റോറിക്കായിട്ട് ഒരുപാട് പ്രാധാന്യമുള്ളൊരു സ്ഥലമാട്ടത്. നമുക്ക് ഈ ഒരു വഴി താഴത്തോട്ട് ഇറങ്ങി നോക്കാം. ഇതിലെങ്ങനെ സ്റ്റെപ്പ് കാണാം കേട്ടോ. നമുക്ക് കൈ ഇങ്ങനെ പിടിച്ചിറങ്ങാനുള്ള കൈവരിയൊക്കെ കാണാൻ പറ്റും. ഇതിലെങ്ങനെ ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു നല്ലൊരു ഭാഗം അവിടെ ഇറങ്ങി കാണാം. നമ്മളങ്ങനെ ആ വഴി താഴത്തേക്ക് ഇറങ്ങിട്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കി, അടിപൊളി. കറക്റ്റ് പാറ ഇങ്ങനെ ആ 2 പാറ തുറന്ന് അതിൻ്റെ ഇടയിലായിട്ട് ഇതിങ്ങനെ നിൽക്കുന്നത് കാണാം കേട്ടോ. അതുപോലെ ഇവിടെയും കാണാം നമുക്ക് ചെറിയൊരു സ്റ്റെപ്പും. അതുപോലെ അവിടെ ഒരു ഡോറൊക്കെ കാണാം കേട്ടോ. ഡോറൊക്കെ ക്ലോസ് ആണ്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ കാഴ്ച കേട്ടോ. കാണാം എൻ്റെ പോലെ
വല്ലാത്തൊരു നിർമ്മിതി തന്നെ കേട്ടോ, പഴയ കാലത്തെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. എന്തായാലും ഒരു പ്രാവശ്യമൊക്കെ വന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റിയൊരു ഏരിയ കേട്ടത്. വെയിലിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് മരങ്ങളും കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്തില്ല, അതുകൊണ്ട് നല്ല വെയിലും ചൂടുണ്ട് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് താഴത്തേക്കുള്ളൊരു കാഴ്ച കേട്ടത്. അതുപോലെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു കോറി പോലത്തെ ഒരു പരിപാടിയൊക്കെ കാണാം. അവിടെയും വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇതിന് ചുറ്റൊന്ന് നടന്ന് കാണാം. ഇതെങ്ങനെ നടക്കാനുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക്. ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് ശില്പങ്ങൾ കാണാം കേട്ടോ. നമുക്ക് ഇതുണ്ടല്ലേ, വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ശില്പങ്ങൾ കാണാം. അതുപോലെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം കുഴിച്ചിട്ടാണ് ഈ പാറയുടെ താഴെ ഈ ഒരു ഗുഹാക്ഷേത്രം ഉണ്ടാക്കുന്നത് നോക്കുന്നത് കാണാം കേട്ടോ. നമുക്ക് ഇതുണ്ടല്ലേ, ഇത്രയും ഭാഗം താഴത്തോട്ട് കുഴിച്ചിട്ടാണ് ഈ ഒരു ക്ഷേത്രം പണിതിരിക്കുന്നത്. അതുപോലെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മേൽഭാഗത്തോട്ടൊരു വ്യൂ കാണാം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ്റെ അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്. അടിപൊളി. സമയം ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആവുന്നുള്ളൂ കേട്ടോ. നല്ല വെയിലും ചൂടുമായി, പ്രത്യേകിച്ച് ഈ ഒരു പാറയുടെ ഒക്കെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലും ചൂട് കേട്ടോ. നമുക്കിതാ ഈ ഒരു വഴി ഇങ്ങനെ കറങ്ങി താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകാം കേട്ടോ. ഇവിടെയും കാണാൻ ഒരുപാട് ശില്പങ്ങൾ കാണാം കേട്ടോ. ഈ ഒരു വഴി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഒരുപാട് കാണാൻ പറ്റും നമുക്ക്. ടെമ്പിളിൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ച് മേളിലേക്ക് കയറിട്ടോ, അതായത് ആ ഗുഹാക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ച് മേളിലേക്ക് കയറി നമ്മൾ കയറിപ്പോയ വഴിയിലേക്ക് കയറിട്ടോ. നമുക്കിതാ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്ത് ആ ഒരു കോവിലിൻ്റെ ഭാഗം അവിടെ കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല കേട്ടോ. അതുപോലെ ഇവിടുന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മൊത്തം വീടുകളും അതുപോലെ ഇവിടെ ആയിട്ട് നമ്മുടെ കയറി വന്നപ്പോൾ കണ്ട തടാകമൊക്കെ കാണാം. അതുപോലെ അങ്ങോട്ട് കൃഷിയൊക്കെ കാണാം കേട്ടോ നമുക്ക്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാം കേട്ടോ. അതായത് നമ്മൾ ഈ ബസ് ഇറങ്ങിയ സ്ഥലത്തേക്ക് പോവുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 10 മണി ആയിട്ടുള്ളൂ. എന്നാലും വെയിലിന് നല്ല ചൂടാട്ടോ. ഈ ഒരു പാറയുടെ ഭാഗമൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല ചൂടുണ്ട്, അതുപോലെ നല്ല വെയിലും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകണം. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തൂത്തുക്കുടിയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തിരുനെൽവേലിയിൽ നിന്ന് ഈ കോവിൽപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്തെ ഈ കലുങ്കുമലയ്ക്ക് മേളിലുള്ള ഈ വെട്ടുവൻ കോവിലിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കാഴ്ചകളും ഈ ഒരു കോവിലിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ തൂത്തുക്കുടിയിൽ അടുത്ത കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.